എന്താണ് ഈ സ്ക്രീനിൽ കാണുന്ന സിംബലിന്റെ മീനിങ്? US-ലുള്ള അതേ മീനിങ് തന്നെയാണ് നമ്മുടെ നാട്ടിലല്ലേ? വെരി ഗുഡ്, നന്നായിരിക്കുന്നു, സൂപ്പർ എന്നൊക്കെയുള്ള അർത്ഥത്തിന് നമ്മൾ ഈ 2 വിരലുകൾ ചേർത്ത് പിടിച്ചും മറ്റു 3 വിരലുകൾ മുകളിലേക്കാക്കിയുമുള്ള ഈ സിംബൽ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ കാണിക്കാറുണ്ടല്ലേ? എന്നാൽ ജപ്പാനിൽ ഈ സിംബലിന്റെ മീനിങ് മണി എന്നുള്ളതാണ്. പണത്തെ സൂചിപ്പിക്കാനാണ് ഈ സിംബൽ ഉപയോഗിക്കുന്നത്. റിച്ചാർഡ് നിക്സൺ ഒരിക്കൽ ബ്രസീലിൽ പോയപ്പോൾ ഇതേ സിംബൽ കാണിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ ജനക്കൂട്ടത്തെ നോക്കി കൈ ഉയർത്തി നല്ലത് എന്നർത്ഥത്തിൽ ഈ സിംബൽ കാണിച്ചപ്പോൾ ആ നാട്ടുകാർ കൂവുകയാണ് ചെയ്തത്. അവിടെ വളരെ മോശം അർത്ഥമുള്ളൊരു സിംബലാണ് റിച്ചാർഡ് നിക്സൺ കാണിച്ചത്. എന്താണ് അതിന്റെ മീനിങ് എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അങ്ങനെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് പല നാട്ടിലും അവരുടേതായ അർത്ഥങ്ങളുണ്ട്. എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. വെൽക്കം ടു അനദർ ക്ലാസ് ഓഫ് iPlus ട്രെയിനിങ് സൊല്യൂഷൻ. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള യൂണിറ്റിലെ 2ാമത്തെ ക്ലാസ് ആണിത്. മറ്റ് ക്ലാസ്സുകൾക്കായി ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനലിന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2 തരം കമ്മ്യൂണിക്കേഷൻ ആണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടു, വെർബൽ ആൻഡ് നോൺ വെർബൽ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് ദ മെസ്സേജ് ടു ദ അതർ പാർട്ടി. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്കാണല്ലേ. അങ്ങനെ വേർഡ്സ് യൂസ് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിച്ചുള്ള ഏത് തരം കമ്മ്യൂണിക്കേഷനും വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പഠിച്ചു വയ്ക്കാം. അതിനെ വീണ്ടും 2ആയി തിരിക്കാം. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്നും. ഫോൺ കോൾ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള ഒരു കോൺഫറൻസ്, വീഡിയോ കോൺഫറൻസിങ്, ഇത്തരം കാര്യങ്ങളെല്ലാം വാക്കുകൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന, കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതെല്ലാം ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓറൽ എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം വായിലൂടെ സംസാരിക്കുന്നത്, വാ കൊണ്ട് പറയുന്നതെല്ലാം ഓറൽ കമ്മ്യൂണിക്കേഷൻ. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു മെമ്മോ, ഇമെയിൽ അയക്കുക, സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളെല്ലാം റിട്ടേൺ കമ്മ്യൂണിക്കേഷന് ഉദാഹരണമാണെന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്തൗട്ട് ദ യൂസ് ഓഫ് വേർഡ്സ്. ഇൻസ്റ്റെഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ് എക്സെട്ര ആർ യൂസ്ഡ്. ഇതോടൊപ്പം പല കാര്യങ്ങളും നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാതെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടതുപോലെ അതൊരു ജസ്റ്ററാണ്. നമ്മൾ എങ്ങനെ നിൽക്കുന്നു, നടക്കുന്നു, ശരീരത്തിന്റെ മുഴുവനായിട്ടുള്ളൊരു ഭാവമാണ് പോസ്ചർ എന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ ബോഡി ലാംഗ്വേജ്, മുഖത്തെ ഭാവങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ, ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡംഷൽ ആർട്സ് കളിച്ചിട്ടുള്ളവർക്കൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഇത്തരം കമ്മ്യൂണിക്കേഷനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. പഠനങ്ങൾ പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാളും 55% നമ്മുടെ ഓവറോൾ കമ്മ്യൂണിക്കേഷനിൽ ഡോമിനേറ്റിംഗ് ആയി നിൽക്കുന്നത് നോൺ വെർബൽ ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളതാണ്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ തന്നെ നമുക്ക് 6ആയിട്ട് തിരിക്കാൻ സാധിക്കും. കൈനസിക്സ്, ആർട്ടിഫാക്ട്സ്, പ്രോക്സിമിക്സ്, ക്രോണമിക്സ്, വോക്കലിക്സ് ആൻഡ് ഹാപ്റ്റിക്സ്. ഹാപ്റ്റിക്സ് എന്താണെന്ന് മൊബൈൽ ഫോണിന്റെ സെറ്റിംഗ്സിൽ കുറച്ച് കളിച്ചിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാക്കാം. നമ്മുടെ ടച്ച് സെൻസിറ്റിവിറ്റി, അല്ലെ ടച്ച് ചെയ്യുമ്പോൾ ഫോൺ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, ആ സെറ്റിംഗ്സ് എല്ലാം കിടക്കുന്നത് ഹാപ്റ്റിക്സ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും. ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാം. ഞാൻ ഉപയോഗിച്ച പല ഫോണുകളിലും അതാണ്. ഹാപ്റ്റിക്സ് എന്നുള്ളത് സ്പർശനത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ 2 സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ നടന്നു പോകുമ്പോൾ ഒരു അടിപിടി അപ്പുറത്ത് നടക്കുന്നു. അങ്ങോട്ട് പോകണ്ട എന്ന് പറയാൻ കയ്യിൽ ഒരു സ്ക്വീസ് മതിയാകും അല്ലെ? കയ്യിലൊന്ന് മുറുക്കി പിടിക്കും. വഴക്കുണ്ടാക്കാൻ പോവാണെങ്കിൽ നിക്കടാ അല്ലെങ്കിൽ നിക്കടി എന്നൊന്ന് പറയാൻ വേണ്ടി നമുക്ക് സ്പർശനത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് വോക്കലിക്സ് എന്നുള്ളത്. സംസാരത്തിന്റെ ടോൺ അനുസരിച്ച് നമ്മൾ പറയുന്നത് ഹസ്കി ആയിട്ടാണോ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യട്ടെ എന്നിങ്ങനെ നമ്മുടെ ശബ്ദത്തിന്റെ ടോൺ അനുസരിച്ചും സംസാരിക്കുന്ന വേഗത അഡ്ജസ്റ്റ് ചെയ്തും നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധിക്കുമെന്നുള്ളത് ഉദാഹരണമായിട്ട് ഓർത്തു വെക്കാം. അടുത്തതാണ് ക്രോണമിക്സ്. രാത്രി 12 മണിക്ക് നിങ്ങളുടെ ടീച്ചറിനെ വിളിച്ച് ഒരു ഡൗട്ട് ചോദിക്കുന്നു. ഇത്രയും മാത്രം മതി ക്രോണമിക്സിനെ പറ്റി മനസ്സിലാക്കാൻ. ഏത് സമയത്താണ് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളതും കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ മീനിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കല്യാണരാമനിലൊരു സീൻ ഉണ്ടല്ലേ, മരണ വീട്ടില് ഹ ഹ ഹ എന്ന് പൊട്ടിച്ചിരിച്ച് സംസാരിക്കണമെന്ന് ചോദിക്കുന്നത്. നമുക്ക് സമയത്തിനനുസരിച്ച് ഓരോ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി പെരുമാറുന്നത്, ആ രീതിയിൽ കമ്മ്യൂണിക്കേഷന്റെ മീനിങ്ങിന് വ്യത്യാസം വരുത്തുന്നത് ക്രോണമിക്സിന് എക്സാമ്പിൾ ആയിട്ട് കാണാം.
അടുത്തൊരു സെഗ്മെന്റ് ആണ് പ്രോക്സിമിക്സ് എന്നുള്ളത്. എത്രമാത്രം അടുത്ത് നിന്നാണ്, സാമീപ്യം അനുസരിച്ച് ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുന്നതാണ്. പ്രോക്സിമിറ്റി സെൻസർ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫോണിൽ ഒരു പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്. നമ്മുടെ ചെവിയുടെ അടുത്തേക്ക് ഫോൺ കോളിനിടയിൽ കൊണ്ടുവരുമ്പോൾ സ്ക്രീൻ ഓഫ് ആവുന്നത് കണ്ടിട്ടില്ലേ? അത് പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ചാണ്. അത് തന്നെയാണ് പ്രോക്സിമിക്സിന്റെ മീനിങ്ങും. കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ വ്യക്തികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അത് എന്തൊക്കെ മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളാണ് പ്രോക്സിമിക്സ് എന്ന ടൈപ്പ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ അടുത്ത് മാത്രമേ വളരെ ചേർന്ന് നിന്ന് സംസാരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വളരെ ദൂരത്ത് നിന്ന് സംസാരിക്കുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ സിമ്പിളായിട്ടും കാണാം. അങ്ങനെയുള്ള പല ഉദാഹരണങ്ങൾ പ്രോക്സിമിക്സിനായി നമുക്ക് പറയാം. അടുത്ത ഒന്നാണ് ആർട്ടിഫാക്ട്സ് എന്നുള്ളത്. ഒരാളുടെ വസ്ത്രധാരണം എങ്ങനെയാണ്, അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ എങ്ങനെയാണ്, മേക്കപ്പ് എങ്ങനെ, അയാൾ വന്ന കാർ എന്താണ്, അയാളുടെ വീടിന്റെ വലിപ്പം, അതിന്റെ മുന്നിൽ നിന്നാണോ അയാൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ സംഭാഷണത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ അയാളുടെ വസ്ത്രധാരണത്തിനും അല്ലെങ്കിൽ അവൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾക്കും ഒക്കെ ഒരു പ്രാധാന്യമുണ്ട്. ആ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനെയാണ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. വളരെ ഉയർന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ഒരാൾ നമ്മളോട് ഒരു 20 രൂപ വഴിയിൽ നിന്ന് കടം ചോദിച്ചാൽ, ഒരു ഭിക്ഷക്കാരൻ ചോദിച്ചാൽ കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം നമ്മളിൽ പലരും പോക്കറ്റിൽ നിന്ന് ആ പണം എടുത്ത് കൊടുക്കും. അയാളെ കൂടുതൽ വിശ്വസിക്കുവാനുള്ള ഒരു ടെൻഡൻസി ചിലർക്കെങ്കിലും ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളൊക്കെ ആർട്ടിഫാക്ട്സിന്റെ ഉദാഹരണമായിട്ട് വരുന്നു. മറ്റൊരു പ്രാധാന്യമുള്ളതാണ് കൈനസിക്സ്. നമ്മൾ ആദ്യം പറഞ്ഞ ബോഡി ലാംഗ്വേജ്, ജസ്റ്റേഴ്സ്, പോസ്ചർ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, സ്മൈലുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മീനിങ് കൺവേഡ് ആവുന്നില്ലേ? ഇതൊക്കെ കൈനസിക്സിന്റെ ഉദാഹരണമായിട്ടും എടുക്കാം. അടുത്തതാണ് പ്രധാന വ്യത്യാസങ്ങൾ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ യൂസിങ് വേർഡ്സ് ആണ്. വേർഡ്ലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് കാണാം. ഇവിടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഇവിടെ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകതകളും നൽകിയിരിക്കുന്നു. ടൈം കൺസ്യൂമിങ്, കുറച്ച് സമയമെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഡംഷൽ ആർട്സിന്റെ ഉദാഹരണം എടുക്കാം. വായ തുറന്ന് സിനിമയുടെ പേര് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ എത്ര എളുപ്പം അത് നടന്നേനെ. എന്നാൽ അംഗവിക്ഷേപങ്ങളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും ഒക്കെ ആ സിനിമയുടെ പേര് ഡംഷൽ ആർട്സിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ സമയമെടുക്കും. അത്രമാത്രം ഓർത്തിരുന്നാൽ മതി. അടുത്തതാണ് ഡെലിവറി ഓഫ് റോങ് മെസ്സേജ്. വീണ്ടും ഡംഷൽ ആർട്സ് തന്നെ എടുക്കാം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിൾ എടുക്കാം. പലപ്പോഴും എഴുതിയോ സംഭാഷണത്തിലൂടെയോ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് തന്നെ കൺവേഡ് ആവുകയാണ് പതിവ്. എന്നാൽ സിംബലുകളും അതുപോലെ ജസ്റ്ററും പോസ്ചറും മറ്റൊരാളുടെ ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിൽക്കുമ്പോൾ മെസ്സേജ് ഡെലിവേർഡ് ആവുന്നത് പലപ്പോഴും തെറ്റായിരിക്കും, അല്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ വ്യത്യാസമാണ് പേഴ്സണൽ പ്രസൻസ് എന്നുള്ളത്. പ്രിൻസിപ്പൽ ഒരു സ്കൂളിലെ അല്ലെങ്കിൽ ഒരു കോളേജിലെ എല്ലാ ടീച്ചേഴ്സിനും ഒരു മെമ്മോ അയക്കുമ്പോൾ എഴുതി അയച്ചാൽ മതി. പ്രിൻസിപ്പൽ ഓരോ ടീച്ചറുടെ അടുത്തും ചെന്ന് നിന്ന് അതേ മെസ്സേജ് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പേഴ്സണൽ പ്രസൻസ് ആവശ്യമാണ്. നമ്മൾ ജസ്റ്റേഴ്സിലൂടെയും പോസ്റ്റേഴ്സിലൂടെയും ഒക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുവാൻ നമ്മുടെ പ്രോക്സിമിറ്റിയും അല്ലെങ്കിൽ ആ പറയുന്ന സമയവും ഒക്കെ അനുസരിച്ച് ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ പ്രസൻസ് റിക്വയർഡ് ആണ്. എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഫോണിലൂടെ സംസാരിക്കുമ്പോഴും നമുക്ക് ടോണിനനുസരിച്ചും നമ്മുടെ സംഭാഷണത്തിന്റെ സ്പീഡിനനുസരിച്ചും ചില നോൺ വെർബൽ ആയിട്ടുള്ള ക്ലൂകൾ നൽകാൻ സാധിക്കുന്നതാണ്. ജനറലി സ്പീക്കിംഗ് പേഴ്സണൽ പ്രസൻസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ആവശ്യമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും വേണം. നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നോക്കി ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ബോഡി ലാംഗ്വേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഏത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബോഡി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ? കൾച്ചറുമായി ബന്ധപ്പെട്ടാണോ, ഒരു മൂവി ഓഡിയൻസുമായിട്ട് ബന്ധപ്പെട്ടാണോ, ക്ലാസ് റൂം സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണോ, ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണോ? ആലോചിച്ച് ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.